ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. സ്റ്റോക്ക് റൂമിനോട് ചേർന്നുള്ള റൂമിലെ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുന്നവളെ കണ്ടതും മഹി പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോറ് ചാരി ആരുവിന് അരികിലായി വന്ന് കിടന്നു. തനിക്ക് പുറംതിരിഞ്ഞ് കിടക്കുന്നവളുടെ ടോപ്പിനിടയിലൂടെ കൈയിട്ട് അവളുടെ വയറിൽ തലോടിയതും ഉറക്കത്തിലായിരുന്ന ആര് ഞെട്ടിത്തിരിഞ്ഞു. ആള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ നടന്ന ബഹളമൊന്നും കേട്ടില്ലായിരുന്നു. തനിക്കരികിലായി കിടക്കുന്ന മഹിയെ കണ്ടതും ആരും മനസ്സിൽ ഡോറ് ലോക്ക് ചെയ്യാൻ മറന്ന് നിമിഷത്തെ പഴിച്ചു. കാരണം കോവിലകത്തിന്റെ ഉള്ളിൽ പൂജാമുറിയിൽ ദേവിയെ കുടിയിരുത്തിയത് കാരണം പീരീഡ്സ് ആയാൽ ഒരു 4-5 ദിവസം എവിടെയും തൊടാതെ ആരുമായും ഇടപഴകാതെ നിൽക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുക്കള ഭാഗം വഴി പുറത്തിറങ്ങുന്നത് ഒഴിച്ചാൽ ആ റൂമിൽ തന്നെ കിടക്കണം. മഹിയാണെങ്കിൽ ഇങ്ങനെ അടുത്ത് വന്ന് കിടക്കുന്നത് കാരണം അവൾ എല്ലാ പ്രാവശ്യവും അവൻ തനിക്കരികിൽ വന്ന് കിടക്കാതിരിക്കാൻ ഡോർ ലോക്ക് ചെയ്തിടാറാണ് പതിവ്. എന്തോന്നാ മഹിയേട്ടത്, എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? എല്ലാ പ്രാവശ്യവും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണോ? ആരും മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയാൻ നിൽക്കുന്നത്? കേട്ട് എനിക്ക് മടുത്തു. ആരുവിൻ്റെ വയറിൽ തലോടിക്കൊണ്ട് തന്നെ മാഹി പറഞ്ഞു. മാഹിയേട്ടാ, ഈ ടൈമിൽ ഇങ്ങോട്ട് വരാനോ എന്നെ തൊടാനോ പാടില്ല. ആര് മാഹിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പായശ്രമം നടത്തി. അതെന്താ തോട്ടാ, നീ ഉരുകി പോകൂ? ഈ ചെകുത്താണ് ഞാൻ. ആര് മാഹിയെ നോക്കി പല്ല് കടിച്ചു. ഇവിടുന്ന് പോ മാഹിയേട്ടാ, റൂമിൽ പോയി കിടന്നേ. ദേഷ്യം കാണിച്ചാൽ അത് മഹിയെ കൂടുതൽ വാശി പിടിപ്പിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആര് ദേഷ്യം കൺട്രോൾ ചെയ്ത് സൗമ്യതയോടെ പറഞ്ഞു. ഇല്ല, ഞാൻ എവിടെയാ കിടക്കുന്നത്? എനിക്ക് നിന്റെ ചൂടില്ലാതെ ഉറങ്ങാൻ പറ്റില്ല അരിശി. കുട്ടികൾ തന്റെ അമ്മയുടെ ചൂട് പറ്റി കിടക്കാൻ വേണ്ടി വാശി പിടിക്കും പോലെ മഹി പറഞ്ഞതും ആരൊന്നും പറയാതെ മഹിയെ നോക്കി. ഇനി താൻ എന്ത് പറഞ്ഞാലും അവൻ പോകില്ലെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നല്ല വേദന ഉണ്ടോ? ആരുവിന്റെ വയറിൽ തഴുകി തന്നെ നോക്കി കിടക്കുന്ന ആരുവിനെ നോക്കി സങ്കടത്തോടെ മഹി ചോദിച്ചു. ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഇപ്പൊ മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മഹിയെ നോക്കി ചെറു ചിരിയോടെ ആര് പറഞ്ഞു. എന്നാ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മഹിയുടെ ചോദ്യം കേട്ടതും മഹിക്ക് നേരെ തിരിഞ്ഞു കിടന്നിരുന്ന ആരു ചിരിയോടെ കൈയെടുത്തി കാണിച്ചതും മഹി അവളെ പുറന്ന് ആരുവിന്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കണ്ണുകൾ അടച്ചതും മഹിയുടെ നെറുകയിലൊന്ന് ചുംബിച്ച് അവനെയും ചേർത്ത് പിടിച്ച് ആരുവും കണ്ണുകളടച്ചു. രാത്രി ആരുവിനുള്ള ഭക്ഷണം കൊണ്ടുവന്നതാണ് ഇന്ദു. കൂടെ തന്നെ സീതയുണ്ട്. ചാരി വെച്ച ഡോറ് തുറന്നതും ഉള്ളിലെ കാഴ്ച കണ്ട് ഇരുവരും ഒരു നിമിഷം അതിശയിച്ചു പോയി. എങ്ങനെ നടന്നിരുന്ന ചേക്കനായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ? ആരുവിന്റെ മാറിൽ മുഖം പൊഴുത്തി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മഹിയെ കണ്ടതും അതിശയത്തോടെ മൂക്കത്ത് വിരൽ വെച്ച് സീത പറഞ്ഞതും എന്തോ മതി ശരിവെച്ചു. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും ഇരുവരും അവരെ ശല്യം ചെയ്യാതെ ഭക്ഷണപാത്രം ടേബിളിൽ വെച്ച് ഡോറും ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദിവസങ്ങൾ വീണ്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മഹിയുടെ ഉള്ളിലെ സൂര്യനോടും ബിന്ദുവിനോടുള്ള വെറുപ്പ് മാറ്റാൻ ആരും ശ്രമിച്ചുവെങ്കിലും ചെക്കൻ ഞാൻ മാറില്ലെന്ന വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാലും അവന് മുന്നിൽ അടിയറു പറയാൻ ആരും തയ്യാറല്ലായിരുന്നു. ആരും തന്നേക്കാൾ കൂടുതൽ മറ്റൊരാളോട് അടുക്കുന്നതോ അവരോട് സംസാരിക്കുന്നതോ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊന്നും മഹിക്ക് സഹിക്കില്ല. വീടിന് പുറത്ത് ആള് വലിയ ചട്ടമ്പിയും തമ്മാടിയൊക്കെ ആണെങ്കിലും ആരവന് മുന്നിൽ ആളൊരു പൂച്ചക്കുട്ടിയാണ്. രാവിലെ തന്നെ മഹി അവന്റെ വാലുകളുടെ കൂടെ എവിടെയോ പോയതാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടതും കാർത്തുമനോട് യാത്ര പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ആരവന് മുന്നിലൊരു കാറ് വന്നത്. അച്ഛൻ്റെ ഇവിടെ? കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സൂര്യനെ കണ്ട് ആരും അതിശയത്തോടെ ചോദിച്ചു. ഞാനിവിടെ അടുത്ത് വരെ വന്നതാ, തിരിച്ചു പോകും വഴിയാ മോളെ കണ്ടത്. ഏതായാലും ഒപ്പം പോകാം, മോള് വന്ന് കയറി. കോ ഡ്രൈവ് സീറ്റിന്റെ ഡോറ് തുറന്ന് കൊടുത്തുകൊണ്ട് സൂര്യ പറഞ്ഞതും ആര് ചിരിയോടെ കോ ഡ്രൈവ് സീറ്റിലേക്ക് കയറിയിരുന്ന് ഡോർ അടച്ചു. ഇന്നത്തെ മീറ്റിംഗ് എന്തായച്ചാ, ആ പ്രൊജക്റ്റ് കിട്ടിയോ? പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ആരും അച്ഛനോട് ചോദിച്ചതും ആരുവിന്റെ ചോദ്യം കേട്ട് സൂര്യയുടെ മുഖം മങ്ങി. അത് നമുക്ക് കിട്ടില്ല മോളെ. ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ച് വിഷമം കലർന്ന സ്വരത്തിൽ സൂര്യ പറഞ്ഞു.
ഏ, കിട്ടിയില്ലെന്നോ? അതെങ്ങനെ? പ്രസന്റേഷനൊക്കെ നല്ലതായിരുന്നല്ലോ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് മോളെ. പക്ഷെ സിയ കമ്പനി അവതരിപ്പിച്ച നമ്മുടെ സെയിം പ്രസന്റേഷൻ തന്നെയായിരുന്നു. അതിലിത്തിരി മോഡിഫൈ ചെയ്തുകൊണ്ട് ആ പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. അത്രക്ക് സ്ട്രിക്റ്റായി വെച്ചത് എങ്ങനെയാണെച്ചാ ലീക്കാകുന്നത്? അറിയില്ല മോളെ. ഓഫീസിൽ നിന്ന് ആരെങ്കിലും തന്നെയാകും. അച്ഛനാരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ല. എല്ലാവരും വിശ്വസിക്കാൻ പറ്റുന്നവരാണ്. ആര് പറഞ്ഞത് കേട്ടൊന്ന് ആലോചിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ചാ. ഏതായാലും അവിടെയുള്ള ആരോ വഴിയാണ് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് ചോർന്നത്. ഇതിനു മുമ്പും പല പ്രൊജക്റ്റും നമുക്ക് നഷ്ടമായത് ചിലപ്പോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ആകും. ആര് പറഞ്ഞത് കേട്ട് സൂര്യ ഒന്നും പറഞ്ഞില്ല. അയാളിലും പല സംശയങ്ങളും തലപൊക്കി തുടങ്ങിയിരുന്നു. കപ്പ് ഹോൾഡറിൽ വെച്ച് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും സൂര്യ കാറ് സൈഡ് ഒതുക്കി ഫോൺ എടുത്തു. സൈറ്റിൽ നിന്നും സൂപ്പർവൈസറാണെന്ന് കണ്ടതും സൂര്യ വേഗം കോൾ എടുത്തു. മോളെ, പുതിയ വർക്ക് നടക്കുന്ന സൈഡിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം. മോൾക്ക് പോകാൻ ഞാൻ ടാക്സി വിളിച്ചു തരാം. വേണ്ട അച്ഛാ, ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. അത് വേണം മോളെ. ചിലപ്പോൾ വീട്ടിലെത്താൻ ടൈം എടുക്കുകയെ. സാരല്ല അച്ഛാ, നീ എൻ്റെ കൂടെ വന്നെന്നറിഞ്ഞാ മായിക്കുന്നത് പറ്റില്ല. അതിൻ്റെ പേരിൽ ചിലപ്പോൾ മോളോട് പ്രശ്നം ഉണ്ടാക്കും. അവരോട് ആരും അധികം ഇടപെടുന്നത് മഹിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാവുന്ന സൂര്യ ആരുവിനോട് പറഞ്ഞു. അത് സാരല്ല, അച്ഛൻ്റെ മോനൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛനിപ്പോൾ വണ്ടി എടുക്ക്. ആരുവിനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ സൂര്യ നേരെ സൈറ്റിൽ ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്തു. സൈറ്റിലെത്തുമ്പോൾ കാണുന്നത് പണി നടക്കുന്ന ബിൽഡിങ്ങിന് മുന്നിൽ സമരം ഇരിക്കുന്ന തൊഴിലാളികളെയാണ്. എന്താണോ പ്രശ്നം? കാറിൽ നിന്നിറങ്ങി സൂര്യ തനിക്കരികിലേക്ക് ഓടി വന്ന സൂപ്പർവൈസറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സാറ് എവിടെയായിരുന്നു? ഞാൻ രാവിലെ മുതൽ ഇരിക്കുകയായിരുന്നു. തൊഴിലാളികൾ സാലറി കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ സമരത്തിനിരിക്കുക. അവർക്ക് നല്ല സാലറി നൽകുന്നുണ്ടല്ലോ. കഴിഞ്ഞ 3 മാസമായിട്ടുള്ള ഒരു സാലറി കൂട്ടിയിട്ട്, കൂടാതെ ഫ്രീ ആയിട്ട് അക്കോമഡേഷനും ഫുഡും കൊടുക്കുന്നുണ്ട്. അറിയില്ല സർ, സാറിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചു. മാനേജർ പറഞ്ഞത് അപ്പം തന്നെ സാറിനെ അറിയിക്കാം, എന്നോട് വിളിക്കേണ്ടെന്നാണ്. പക്ഷേ സാറിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. അയാൾ പറഞ്ഞത് കേട്ട് സൂര്യക്ക് എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതുപോലെ തോന്നി. മോളങ്ങോട്ട് വരണ്ട, ഇവിടെ നിന്നാ മതി. ഞാൻ പോയി സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ട് വരാം. തൻ്റെ കൂടെ നിൽക്കുന്ന ആരുവനായി അതും പറഞ്ഞ് സൂര്യ അവിടേക്ക് പോയി. സൂര്യ തൊഴിലാളികളോട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുന്നത് നോക്കി ആരും മുന്നോട്ട് നടന്നു. ബിൽഡിങ്ങിനുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ട് ആരും അങ്ങോട്ട് ചെന്നു. മേഡത്തിന് സാറ് വിളിക്കുന്നുണ്ടേ. കയ്യിലെടുത്ത മണൽ സൂക്ഷിച്ചു നോക്കുന്ന ആരുവിന് അരികിലേക്ക് വന്നുകൊണ്ട് സൂപ്പർവൈസർ പറഞ്ഞു. ഇത് മണൽ തന്നെയാണോ? ഇത്ര ചീപ്പ് ക്വാളിറ്റി ഉള്ളത് വെച്ചാണോ ഇവിടെ വർക്ക് നടക്കുന്നത്? പോയി മണ്ണ് പോലെയുള്ള മണൽ കണ്ട് ആര് ചോദിച്ചു. ഈ ലോഡ് മുഴുവൻ ഇങ്ങനെയുള്ളതാണ്. ഇതെന്താ, എല്ലാതും ലോ ക്വാളിറ്റി ഉള്ളതാണല്ലോ. ഇതൊക്കെ വെച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്താൽ കമ്പനിയുടെ ഗുഡ്വില്ലിന് ബാധിക്കും. ഇങ്ങനെ ചീപ്പായ സാധനങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അച്ഛനെ അറിയിച്ചില്ല? ഇതൊക്കെ നോക്കാനല്ലേ നിങ്ങളിവിടെ നിർത്തിയത്? കയ്യിലെ മണൽ തട്ടിക്കളഞ്ഞ് ആരും ഈർഷ്യയോടെ പറഞ്ഞു. ലോഡ് വന്ന അന്ന് തന്നെ ഞാൻ അറിയിച്ചതാ. സാറ് കൂടെ അറിഞ്ഞിട്ടാണ് ഈ ലോഡ് വന്നതെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴേക്കും ഇരുവരും സംസാരിക്കുന്നത് കണ്ട് സൂര്യ അങ്ങോട്ട് വന്നിരുന്നു. എന്താ മോളെ, എന്താ പ്രശ്നം? അച്ഛാ, ഇതൊക്കെ കണ്ടോ? ഈ തുരുമ്പെടുത്ത കമ്പിയും പൂഴി പോലെയുള്ള മണലും സിമെന്റൊക്കെ കൊണ്ടാ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ആര് പറഞ്ഞത് കേട്ടപ്പോഴാണ് സൂര്യ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. എടോ മുസ്തഫ, എന്താടോ ഇത്? സൂര്യത്തിന് ദേഷ്യത്തിൽ ചോദിച്ചു. അച്ഛാ, ഇതിൽ ഇയാളെയല്ല പറയേണ്ടത്. ഇതെല്ലാം മുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് കള്ളക്കളിയാണ്. ആര് പറഞ്ഞത് കേട്ടതും സൂര്യ ഒന്നും പറയാതെ ഫോൺ എടുത്ത് അവിടുന്ന് മാറി നിന്നു. അച്ഛാ, പോവാം. കുറച്ചു നേരം മുസ്തഫയുമായി സംസാരിച്ചു നിന്നതിന് ശേഷം ആർക്കോ കോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സൂര്യക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. പോവാം. ഇതെല്ലാം മാനേജർ ഗോപിയുടെ പണിയാ. ഇത്രയും കാലം അവനെ ചാദിക്കായിരുന്നു. ദേഷ്യവും വിഷമവും സഹിക്കവയ്യാതെ സൂര്യ പറഞ്ഞു.
തൊഴിലാളികളുടെ പ്രശ്നം അച്ഛൻ എങ്ങനെയാ ഒതുക്കിയത്? അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛനിതൊന്ന് നോക്കി. നമ്മുടെ കമ്പനിയിൽ നിന്ന് തൊഴിലാളികൾക്ക് കൊടുക്കാൻ അപ്രൂവ് ചെയ്ത അമൗണ്ടിന്റെ പകുതിയെ ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നുള്ളൂ. മുസ്തഫയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പേയ്മെന്റ് ഷീറ്റ് സൂര്യക്ക് കൊടുത്തുകൊണ്ട് ആര് കാര്യങ്ങൾ വിശദീകരിച്ചു. അല്ല, ഇനി അച്ഛന്റെ തീരുമാനം എന്താണ്? ഇപ്പൊ ഞാനിതെല്ലാം അറിഞ്ഞതായി ഭാവിച്ച അവനിപ്പൊ തന്നെ കിടന്ന് ഓഫീസ് റെക്കോർഡിൽ നോക്കിയാൽ പോലും അവൻ കാണിച്ച ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയില്ല. ഇത്രയും കാലം എന്നെ ചതിച്ചതിന്റെ പണിഷ്മെന്റ് നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എനിക്ക് കൊടുക്കണം. സൂര്യ പറഞ്ഞതിന് ശരിയാണെന്ന് ആരുവിന് തോന്നി. മുസ്തഫയോട് കാര്യങ്ങളൊന്നും വേറെ ആരും അറിയാതെ നോക്കണമെന്ന് പറഞ്ഞ് സൂര്യ ആരുവിനെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു. കാറിൽ കയറിയതും ആര് വേഗം തന്റെ ബാഗ് എടുത്ത് ഫോൺ ഓണാക്കി നോക്കിയതും മഹിയുടെ കുറെ മിസ്ഡ് കോള് കണ്ട് താരയിൽ കൈവച്ചു. അച്ഛൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മഹിക്ക് മെസ്സേജ് ഇട്ട് ഫോൺ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഹി വിളിച്ചതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആര് തിരിച്ചു വിളിച്ച് നോക്കിയെങ്കിലും മഹി കോള് കട്ടാക്കുകയല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇരുവരും വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. മാഹിക്കൂട്ടം വന്നിട്ടുണ്ടല്ലോ, മോൾ എൻ്റെ കൂടെ എന്നൊന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അല്ലെങ്കിൽ എന്നെ കണ്ണിന് നേരെ പിടിക്കില്ല. ഇനി എൻ്റെ കൂടെയെന്ന് അറിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് മതിയാകും അവന്. മഹിയുടെ താർ അവിടെ ഉള്ളത് കണ്ട് കാറിൽ നിന്നും ഇറങ്ങി തമാശ രൂപേണ സൂര്യ ആരുവിനോട് പറഞ്ഞു. സൂര്യ തമാശ പോലെയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരുവിനും മനസ്സിലായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ചെറിയ കുശുമ്പുണ്ടാകുമെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ വരുന്നതിനൊന്നും ഇപ്പൊ കുഴപ്പമില്ല. സൂര്യ പറഞ്ഞതിന് മറുപടിയായി ചെറു ചിരിയോട് അതും പറഞ്ഞ് ആരും ഉള്ളിലേക്ക് നടന്നു. നല്ല ആളാ, ഇപ്പോഴാണോ വരുന്നത്? ഉമ്രത്തേക്ക് വന്ന് ഇന്ദു ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതിരി വൈകിപ്പോയി എൻ്റെ ഇന്ദുസേ. ഇന്ദുവിന്റെ കവളിൽ പിടിച്ച് വലിച്ച് ആര് പറഞ്ഞു. മാഹിക്കുട്ടം വന്നിട്ട് കുറച്ച് നേരായി. നീ ഇവിടെ ഇല്ല, സൂര്യേട്ടൻ്റെ ഒപ്പം വന്നറിഞ്ഞ് സീതേജി കൂടെ ചായയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ചവിട്ടി തുള്ളി മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തു പറഞ്ഞത് കേട്ട് ആരവരെ നോക്കി പല്ലിളിച്ച് കാണിച്ച് മുകളിലേക്ക് പോയി.